കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സർവീസ് വയറിലും കടയിലെ വയറെങ്കിലും ചോർച്ചയുണ്ടെന്ന് KSEBിയുടെ പ്രാഥമിക കണ്ടെത്തൽ. മഴയത്ത് സർവീസ് വയർ കടയിലെ തകരഷീറ്റിൽ തട്ടിയതാണെന്നാണ് നിഗമനം. രാത്രി പ്രവർത്തിച്ച ബൾബിന്റെ വയറിലെ ചോർച്ചയിലൂടെയും തൂണിലേക്ക് വൈദ്യുതി പ്രവഹിച്ചതായും പ്രാഥമിക വിവരങ്ങളുണ്ട്. കൂടുതൽ മൊഴിയെടുത്ത ശേഷം അന്തിമ റിപ്പോർട്ട് വൈദ്യുതി മന്ത്രിക്ക് കൈമാറും. വിവരങ്ങളുമായി ദിസ്ന. ഇന്നലെ വന്ന വിവരങ്ങൾ സർവീസ് വയറിൽ നിന്ന് ഈ പോസ്റ്റിൽ നിന്ന് കടയിലേക്ക് എടുത്തിരിക്കുന്ന സർവീസ് വയറിൽ നിന്ന് കറണ്ട് ലീക്കായതാവാം എന്ന നിഗമനമായിരുന്നു. ഇപ്പോൾ കടയിലെ വയറെങ്കിലും പ്രശ്നമുണ്ടെന്നാണോ KSEBിയുടെ പ്രാഥമിക കണ്ടെത്തൽ? മാത്രമല്ല, ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിലൊരു വൈദ്യുതി ചോർച്ച കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും KSEB ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടെന്ന് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ദിസ്ന. ഉമേഷ്, ഇന്നലെയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അന്ത്യം ഉണ്ടാവുന്നത്. ബൈക്ക് കേടായതിനെ തുടർന്ന് കുറ്റിക്കാട്ടൂരിലെ കടയുടെ വരാന്തയിലേക്ക് വണ്ടി ഒതുക്കി വെച്ച് കയറി നിൽക്കുകയായിരുന്നു 19കാരനായ റിജാസിനാണ് ഇത്തരത്തിൽ ഇരുമ്പ് തൂണിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കടയുടമ അടക്കം പറഞ്ഞിരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്, നേരത്തെ തന്നെ ഇവിടെ ഷോക്ക് ഉണ്ടായിരുന്നതായി KSEB അധികൃതരെ അറിയിച്ചിരുന്നെന്നും അവർ പരാതി രജിസ്റ്റർ ചെയ്ത് വേണ്ട നടപടികൾ ചെയ്യാമെന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയുമായിരുന്നു എന്നൊരു കാര്യമാണ്. എന്നാൽ ഇന്ന് KSEBിയുടെ പ്രാഥമിക കണ്ടെത്തലിൽ അറിയാൻ സാധിച്ചിരുന്നത്, മഴയത്ത് മുകളിലെ മരച്ചില്ലകളിൽ അമർന്ന് സർവീസ് വയർ തകരഷീറ്റിൽ തട്ടിയെന്നാണ് പ്രധാനമായിട്ടുള്ള ഒരു നിഗമനം. കടയിൽ രാത്രി പ്രവർത്തിച്ച ബൾബിന്റെ വയറിലും ചോർച്ചയുണ്ടായതായും ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നു. ഈ തൂണിൽ നിന്നുള്ള വൈദ്യുതി പ്രവാഹവും ഷോക്കേൽക്കുന്നതിന് കാരണമായി എന്നൊരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ KSEB എത്തിയിരിക്കുന്നത്. രണ്ടു തരത്തിലും, അതായത് കടയിൽ നിന്നും വൈദ്യുതി ലീക്കായെന്നും അതോടൊപ്പം തന്നെ മുൻപ് വൈദ്യുതി ലീക്കായി പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും ഇത്തരത്തിൽ ഷോക്കേൽക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ മൊഴിയെടുത്തതിന് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. കൂടുതൽ മൊഴിയെടുത്ത ശേഷം അന്തിമ റിപ്പോർട്ട് വൈദ്യുതി മന്ത്രിക്ക് കൈമാറുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതേസമയം ഈ മരിച്ച യുവാവിന്റെ കുടുംബം ഇന്ന് പോലീസിൽ പരാതി നൽകുമെന്നൊരു വിവരവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഉമേഷ്, അതായത് ഇന്നലെയൊക്കെ പുറത്തു വന്ന വാർത്തകളും കടയുടമയൊക്കെ പറഞ്ഞത് ഇത്തരത്തിൽ വൈദ്യുതി പലയിടങ്ങളിലും ഇങ്ങനെ ലീക്കാവുന്നുണ്ട്, പലയിടത്തും ഷോക്ക് കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് KSEBിയിൽ പരാതി പറഞ്ഞിരുന്നു, അവർ വന്ന് പരിശോധന നടത്തി പോയതല്ലാതെ മറ്റൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് ഇന്നലെ പുറത്തു വന്ന വിവരങ്ങൾ. ഈ കടയുടമയും ഒക്കെ മൊഴി നൽകിയതും പ്രതികരിച്ചതും ഒക്കെ അങ്ങനെയാണ്. ഇന്നിപ്പോൾ KSEB പറയുന്നത് ഇന്നലെ നടത്തിയ പരിശോധനയിൽ അങ്ങനെയൊരു സംഭവം കണ്ടിട്ടേ ഇല്ല എന്നാണോ? തീർച്ചയായും ഉമേഷ്, പ്രത്യേകിച്ച് KSEBിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഇത്തരത്തിൽ കടയിൽ നിന്നും കൂടി ഇത്തരത്തിൽ ഷോക്കേൽക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് KSEB പറയുന്നത്. മുകളിലെ മരച്ചില്ലകളിൽ അമർന്ന സർവീസ് വയർ തകരഷീറ്റിൽ തട്ടിയതാണ് ഒന്നാമത്തെ കാരണമെന്നും, കൂടാതെ കടയിൽ രാത്രി പ്രവർത്തിച്ച ബൾബിന്റെ വയറിലെ ചോർച്ച തൂണിലേക്ക് വൈദ്യുതി പ്രവാഹത്തിന് കാരണമായെന്ന സംശയവും പ്രാഥമിക നിഗമനത്തിൽ KSEB അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് സാഹചര്യത്തിലും ഇത്തരത്തിലൊരു ഷോക്കേൽക്കുവാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് KSEBക്കാർ എത്തുന്നത്. ഈ കടയുടമ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായാണ് ഇന്നലെ രംഗത്ത് വന്നിരുന്നത്. കാരണം ആ പ്രദേശത്ത് പല സമയത്തും ഇത്തരത്തിലുള്ള പരാതികൾ KSEB ഓഫീസിൽ വിളിച്ചു പറഞ്ഞിരുന്നു. KSEB അധികൃതർ ഈ കടയുടമയുടെ പരാതി കേൾക്കുവാൻ വേണ്ടി സ്ഥലത്തെത്തിയിരുന്നുവെന്നും പരാതി രജിസ്റ്റർ ചെയ്ത് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായടക്കമുള്ള കാര്യങ്ങൾ ഈ കടയുടമ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും പ്രദേശത്ത് വലിയൊരു പ്രതിഷേധമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് രണ്ട് കടയുടമയുടെ അതായത് കടയിൽ നിന്നും വൈദ്യുതി, അതായത് ഇത്തരത്തിലൊരു ഷോക്ക് ഏൽക്കുവാനുള്ള ഒരു സാധ്യത ഉണ്ടായിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഉമേഷ്, കോഴിക്കോട് വിശദവിവരങ്ങൾ നൽകിയത്.